പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാമെന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് കർത്താവേ. അങ്ങേക്ക് ആ കൃപയിൽ അവലംബം വെച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗമോ അതിനുള്ള പോംവഴിയോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവെ അങ്ങയുടെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വരതയും നൽകി അവർക്ക് മൊഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളെ സന്ധിക്കട്ടെ, നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുന്നതാണ് ചെയ്ത കർത്താവിൻ്റെ ദൂത് നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ഇന്നും നിന്നെ ഈശോ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധായ സർവീശ്വരെ നയിക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു നിരീക്ഷണമുണ്ട്. കാര്യം നമുക്ക് ചുറ്റും ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ ഇപ്പോൾ ഓണത്തിന് തന്നെ എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായിപ്പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞുകൊണ്ട്
സ്ത്രീകളുമൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചിലയിടത്തൊക്കെ. ഒക്കെ കാരണം കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. നാളെ മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളമൊക്കെ ചെയ്യുവാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. ഇവരെ 6-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാലാകാലങ്ങളായിട്ട് അവർ സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അതാണ് കുളിച്ച പന്നി ചെളി കിടന്നുരുളെന്ന് പറഞ്ഞത്. 2 പത്രോസ് 2:22 എടുത്തേ. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. അപ്പോൾ ഒരു വീട്ടില് പുതാശ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് പിന്നീട് വരുന്ന ആ ചേട്ടത്തി അനിയത്തിയും ഒക്കെ ആ രീതിയിലായി പോകും. കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കേമത്തോ അല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ. അപ്പം അതാണ് വചനം പറയണത്. അതിൻ്റെ അകത്ത് ചില ആൾക്കാർ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്ത് ചെയ്യണം? ഇത് കണ്ട് വീണ് പോകരുതെന്ന്. 1 കൊരിന്ത്യർ 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അപ്പൊ വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിൽക്കണത്. സമൂഹം മൊത്തം നോക്കുമ്പോൾ തെന്നുന്ന സ്ഥലത്താണ് നിൽക്കണത്. ഇപ്പൊ സങ്കീർത്തനം 73:18 എടുത്തേ. അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു. വീണത് നിങ്ങൾ ഓർക്കണത് അവരുടെ കേമത്തം കൊണ്ട് വീണതല്ല, ദൈവം തള്ളിയിട്ടതാണെന്ന്. പിടിയിടിയാ ഓരോ അണ്ണന്മാർ വീടുന്നില്ലേ? വീടിന് മോന്തയും മുഞ്ഞിയൊക്കെ പോണില്ലേ? ഇല്ലേ? പല അബോർഷൻസും പല പ്രീമാരിറ്റൽ സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്വമാണെന്ന് വിചാരിക്കണം. കേമത്വമല്ല. ഇങ്ങനെയുള്ള അവതാരങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന്. എന്താ കാര്യം? പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണമെന്നാണ് നമ്മളെ. അപ്പോൾ ദൈവം ഇങ്ങനെ ചില ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായത് കൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കണത്. എന്താണ്? അങ്ങനെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. സങ്കീർത്തനം 51:11. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. തിരികെ എടുക്കരുത്. അപ്പോൾ ഈ 2 കാര്യം ദൈവം ചെയ്യണ കാര്യങ്ങളാണ്. ഒന്ന്, പുകഞ്ഞ കൊള്ളി പുറത്ത് തള്ളിയവണ്ണം തള്ളിക്കളയും. രണ്ടാമത്തെ എന്താണ്? കൊടുത്ത ആത്മാവിനെ തിരിച്ചെടുക്കും. കടുത്താണ് അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ്. ഇത് രണ്ടും ദാവീദിന് അറിയാവുന്ന കൊണ്ടാണ് ദാവീദ് കണ്ണീരോടെ പറയുന്നത്, കർത്താവേ എൻ്റെ അബദ്ധം പറ്റിപ്പോയി, എന്നെ തള്ളിക്കളയരുതെന്ന്. ഇതൊന്നും കേമത്വമല്ല, അബദ്ധമാണെന്ന്. കേമത്വമല്ല, അബദ്ധമാണെന്നാണ് പറയണത്. ഉറിയാനെ കൊന്നത് കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി. ബർശിബയെ പ്രാപിച്ച കേമത്വമല്ല, അത് അബദ്ധമായിപ്പോയി എന്ന് കണ്ണീരോടെ പറഞ്ഞിട്ട് പറയും, എന്നെ തള്ളിക്കളയരുത് എന്ന് പറയും. അതാണ് അനുതാപം എന്ന് പറയണത്. അനുതാപം ഉണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് ദൈവത്തിന് തോന്നിയാൽ തീർച്ചയായിട്ടും നിനക്ക് റീ എൻട്രി കിട്ടും. അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നീയും കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ. അപ്പം എന്താണ് പറഞ്ഞത്? കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പം കുടുംബം ചേർത്താ പറയണതേ. ഇപ്പം ശാപം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ല വരണത്. കുടുംബം രക്ഷ പ്രാപിക്കുമെങ്കിൽ തന്നെയും ശാപവും അതുപോലെ വരുമല്ല.
ഒരുത്തൻ കയറി എന്തെങ്കിലും ദൈവത്തിന് ഇറക്കാത്ത കാര്യം കാണിച്ച് പണത്തിൻ്റെ പേരിലോ അവൻ ജോലിക്കാരനായതുകൊണ്ട് ശമ്പളക്കാരനായതുകൊണ്ട് വീട്ടിലെ ചിലവ് നടത്തുന്ന കാരണം അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യും, അവൻ കാണുന്ന തിന്മയെ അപ്പനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പലയിടത്തും തിന്മകൾ സംഭവിക്കണം. അങ്ങനെയല്ലേ? ഒരുത്തരം കയറി അവിടുത്തെ വേലക്കാരന് വരുമാനമുള്ള ആൾക്കാരെ മാറുമ്പോൾ അവൻ എന്ത് പോക്കൃത്തരം കാണിച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവന് ചിലവ് കൊടുക്കത്തില്ല വീട്ടിലെ. അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇളയത്തെങ്ങളും അതിൻ്റെ കൂടെ വഴി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ അധർമ്മത്തിൻ്റെ കൂടായിട്ടുള്ള ഇത്ര കുടുംബങ്ങളുണ്ടെന്നറിയാവോ? അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്താണ് ആ ഇടവകയിൽ തന്നെ ഈ അന്തഛിദ്രം ഉണ്ടാകണം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട്. ഇടവകയിൽ ചില അതായത് ഇങ്ങനെ കാലാകാലം കണ്ട അധർമ്മം മാത്രം പെരുകി രോഗാതുരമായിട്ടുള്ള ഗുണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കണത്. ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ വെക്കത്തില്ലേ പള്ളികളിൽ? ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഉണർവോടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഈ പനി ബാധിക്കും. ഇപ്പോൾ നിസ്സാരമല്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭചിത്രത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല, പാസ്റ്റർമാർ സംസാരിക്കണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അപ്പോൾ എന്താ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ തിന്മയുടെ ഒത്തുതീർപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും. അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിൽക്കട്ടെന്ന് ദൈവം കരുതണത്. യൂറോപ്പിലൊക്കെ പല പള്ളികളിലും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം. അതുകൊണ്ടായിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ കൊണ്ടാണ്. കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസാണ്, ഒത്തുതീർപ്പിന് വിധേയമാണ്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഇതിനൊന്നും ഒത്തുതീർപ്പില്ലാത്തതാണ്. അവസാനം ഏലിയായോട് ചോദിക്കണില്ലേ, നീ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ദൈവം അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന്. നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാ ഞാൻ ചുരുക്കുകയാണ്. ഒരാളായാലും മതി, അതിനൊരാളായാലും മതി. നിൻ്റെ വീട്ടിൽ തീഷ്ണതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം. നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആദ്യമേ ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഓമന ലോറൻസ്. ഞാൻ അടൂർ തിരുഹൃദയപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജനുവരി 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിൽ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ എൻ്റെ രോഗങ്ങളാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത്. അത് 25 വർഷമായി കിടന്നിരുന്ന എൻ്റെ പൈൽസിൻ്റെ അസുഖം എൻ്റെ അമ്മ മാതാവ് ഈശോയും അതെടുത്ത് മാറ്റി. അതുപോലെ നടക്കാൻ പോലും വയ്യാതെ നടുവിന് വേദന, മുട്ടിന് വേദന, അതുപോലെ കഴുത്തിൻ്റെ 2-നും തേയ്മാനം, ഇതെല്ലാം കൊണ്ട് ഞാൻ ഭാരപ്പെട്ട് കഴിയുമായിരുന്നു. ഇതെല്ലാം 15 വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു.
അതെല്ലാം എൻ്റെ അമ്മയും ഈശോനാഥനും എനിക്ക് എടുത്തു മാറ്റി. രണ്ടാമത് എൻ്റെ മരുമകൾ UK പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. ജനുവരി 28 അവളുടെ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സായി. ഇന്നലെ അവളുടെ വിസ കൊച്ചിയിലേക്ക് പേപ്പർ അടിച്ച് വരുവാനിടയാക്കി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. മൂന്നാമത് ഭവനത്തിൽ കൂടുതലായി ദൈവത്തിൽ ആഴപ്പെടുവാനും ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ മുഴുവാനും ഇടയാക്കി. രാവിലെ എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും കൊന്ത ചൊല്ലുന്നതും ഞങ്ങൾ കുടുംബമായിട്ട് വൈകിട്ട് പ്രാർത്ഥനയിൽ 6:30 മുതൽ 8 വരെയും ഞങ്ങൾക്ക് പ്രാർത്ഥന കൂടുവാനും എവിടെ പോയാലും പ്രാർത്ഥന ഒഴിച്ചുള്ള കാര്യങ്ങളില്ലായിരുന്നു. എല്ലാം നിറവേറ്റുവാൻ അമ്മയും ഈശോയും അവിടെ നിന്ന് ഇടയാക്കി തന്നു. ഭവനത്തിൽ സമാധാനം നൽകി. ഇതിനിടയ്ക്ക് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് ഈശോ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു, കുടുംബത്തെ അനുഗ്രഹിച്ചു. അതുപോലെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഈശോയും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി സ്തുതി ഈ സമയം ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ പേര് ഗണ്യ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ കേട്ടറ്റ് പരീക്ഷ 4 തവണ എഴുതി. 4 പ്രാവശ്യവും 2-3 മാർക്കിൻ്റെ ഡിഫറൻസിലാണ് തോറ്റുപോയത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പരീക്ഷ എഴുതിയത് വിചാരിച്ചതിലും ഉയർന്ന മാർക്ക് ലഭിച്ച് ജയിച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗം എൻ്റെ മോള് ഇഷിക. എപ്പോഴും കണ്ണിന് അലർജി വന്ന് ചുമന്ന് നീര് വരുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ കുട്ടിക്ക് കണ്ണിന് അലർജി വന്നിട്ടില്ല. എൻ്റെ പേര് ജിനിമോൾ തങ്കച്ചൻ. ഹസ്ബൻഡിൻ്റെ പേര് എൽദോസ്. ഞങ്ങൾ വരുന്നത് രാമമംഗലം എന്ന സ്ഥലത്ത് നിന്നായിരുന്നു. ഞങ്ങൾ ബഹ്റിനിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷങ്ങൾക്ക് മേലെയായിട്ട് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനു മുമ്പ് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രഗ്നൻ്റായി 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മൊത്തം 4 പ്രാവശ്യം IVF ചെയ്തു. അത് വീടുകളിൽ പോലും അറിയത്തില്ല. 4 പ്രാവശ്യം IVF ചെയ്തു, IUI ചെയ്തു, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. പോകാത്ത സ്ഥലങ്ങളില്ല. ബഹ്റിനിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നാട്ടിൽ വരുമ്പോഴും മിക്ക ഹോസ്പിറ്റലും ഓരോരുത്തർ പറയുന്ന ആ ഹോസ്പിറ്റലിൽ പോകണം, ഈ ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ എല്ലായിടത്തും പോകും. അങ്ങനെ പോയി പല ഹോസ്പിറ്റലിൽ പോയി. അവസാനം എൻ്റെ നാത്തൂൻ ചേച്ചി പറഞ്ഞിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടു. പക്ഷെ അന്നേരവും ഇങ്ങനെയൊരു വിശ്വാസമോ നമുക്കങ്ങ് കേട്ടിട്ടില്ല, കൂടുതൽ കേട്ടറിവില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഇറ്റലിയിലായിരുന്നു, എൻ്റെ കൂടെ ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ച ഫ്രണ്ടായിരുന്നു. അവളുമായിട്ടൊരു കോണ്ടാക്റ്റ് പോലും ഇല്ലായിരുന്നു. എങ്ങനെയോ അവളുടെ നമ്പർ കിട്ടി. ഒരു കല്യാണത്തിന് പോയപ്പം അങ്ങനെ അവൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴും ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയില്ല. ഞങ്ങൾ ബഹ്റിനിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഹസ്ബൻഡും അവിടെ തന്നെയായിരുന്നു, എൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡും കൊച്ചും വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് നേഴ്സാണ്, ഞാൻ നേഴ്സാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. അങ്ങനെ ആ ഫ്രണ്ട് വഴി ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേട്ടു. അവൾ ഡയറക്റ്റ് ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ആ കേട്ട ആ ഒരു പ്രാർത്ഥന മാത്രം, ഉടമ്പടി അറിയത്തില്ല. പക്ഷെ അവൾ പറഞ്ഞു ഇന്ന പോലെയൊക്കെയാന്ന് പറഞ്ഞ് ആ ഒരു കേട്ടറിവ് വെച്ച് മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ 3 മാസത്തേക്ക് ഉടമ്പടി എടുത്തു. അത് ചെയ്തത് 2019 ജൂൺ 12 ആയിരുന്നു. അപ്പോൾ ആ വർഷം സെപ്റ്റംബർ മാസം ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട്. ഇത് അവൾ പോയൊരു ഹോസ്പിറ്റലിൽ പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട്. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടു. എന്നാണെങ്കിലും രണ്ടും കൽപ്പിച്ച് വിശ്വസിച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ എണീറ്റ് ചെല്ലും. ഡ്യൂട്ടി ആണെങ്കിലും വെളുപ്പിനേറ്റ് 4 മണിക്കേറ്റ് എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് 5:30 തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉള്ള തിരി വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 3 മാസം, കാരണം ഞങ്ങൾ 3ാമത്തെ മാസമാണ് സെപ്റ്റംബറിൽ നാട്ടിൽ പോകുന്നത്. സെപ്റ്റംബർ 12 ആകുമ്പോൾ 3 മാസമാകും. അതിനുള്ളിൽ എനിക്ക് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കണം. അത് ട്രീറ്റ്മെൻറ്റിലൂടെയാണേലും നോർമലായിട്ടാണേലും ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം. പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനാണ് പോകുന്നത്. എന്നാലും വേണ്ടിയില്ല. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ കാല് കുത്തും. എനിക്ക് പ്രാർത്ഥിക്കേണ്ട വേറെ ഒന്നും വേണ്ട, എനിക്കൊന്ന് കാല് കുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 മാസത്തിനുള്ളിൽ ഒരു വഴി കാണിച്ചു തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ, കാരണം ഞാൻ എവിടെ പ്രാർത്ഥിച്ചാലും അവിടെയല്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു
അന്തരീക്ഷം ഉണ്ടാക്കും. മാതാവിൻ്റെ ഈശോയുടെ പടം എല്ലാം വെച്ച് ഒരു പള്ളി, ചെറിയൊരു പള്ളി പോലെ, അത് വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ണീശോ, മാതാവിൻ്റെ കയ്യിൽ, വേളാങ്കണ്ണി മാതാവിൻ്റെ കയ്യിൽ, യേശുപിതാവിൻ്റെ കയ്യിൽ, അന്തോണീസ് ഉണ്ണിയാണ്ടോ, ഞാൻ പ്രാർത്ഥിക്കും. നോക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കുഞ്ഞുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണേ, എനിക്ക് ഒരു കൊച്ചിനെ എടുക്കാനുള്ളൊരു കൊതി, അത് മക്കളില്ലാത്തവർക്ക് പറഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവസാനം ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, മാതാവിൻ്റെ കയ്യിലുള്ള കൊച്ചിനെ എനിക്ക് തരണം. അവസാനം ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച ഹസ്ബൻഡിനോടും പറഞ്ഞു, മാതാവിൻ്റെ കയ്യിൽ കൊച്ചിനെ തരണം എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ, ദൈവത്തെ പോലെ ഒരു കൊച്ചിനെ തന്നെ ഞങ്ങൾക്ക് തന്നു. കാരണം ഞങ്ങൾ നാട്ടിൽ വന്നു സെപ്റ്റംബർ വന്നതിന് പിറ്റേ ദിവസം 8-ാം തീയതി തന്നെ ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട്, ഡോക്ടർ ഓർത്ത് ഞാൻ UPT ചെയ്തു, നെഗറ്റീവായെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിവേ പീരീഡ്സ് ആയിട്ട് വാ, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെന്താടോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു സിംറ്റം ഇല്ല, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് സാരമില്ല, ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിക്ക്, കോട്ടയത്താണ് പോയത്, പോകുന്ന വഴിക്ക് ഒരു UPT കിറ്റ് മേടിച്ചുകൊണ്ട് വന്നു. പിറ്റേ ദിവസം ചെയ്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 ലൈൻ അത് കണ്ടപ്പോൾ എന്ന് വെച്ചാൽ UPT പോസിറ്റീവാണ്. അത് കണ്ട ഉടനെ ഞാൻ ഹസ്ബൻഡിന്, വെളുപ്പിന് 5:30 പ്രാർത്ഥിക്കാൻ എണീറ്റത് ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇതെന്താടി സ്വപ്നമാണോ എന്ന് ചോദിച്ചു. എൻ്റെ മറുപടി, എനിക്കറിയില്ല ചാച്ച, എങ്ങനെയാണ് വന്നത്, അതാണ് എൻ്റെ ആൻസർ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഉടനെ എണീറ്റ് അമ്മയോടും ചേച്ചിയോടൊക്കെ പോയി പറഞ്ഞു, ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വീടുകളിൽ മാത്രം പറഞ്ഞു. അപ്പം ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അപ്പം ഇങ്ങോട്ടുള്ള വഴി, അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഒത്തിരി പ്രഷ്യസ് ആണ്, ഇത്ര വർഷം കൂടി ആയതാണ്, പിന്നെ തിരിച്ച് ബഹറിന് പോകേണ്ടതാണ്, അതുകൊണ്ട് ഒത്തിരി ടേക്ക് കെയർ ചെയ്യണം, യാത്രയൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കാരണം എനിക്ക് കൃപാസനം വരാൻ പറ്റിയില്ല. എനിക്ക് പകരം എൻ്റെ നാത്തും ചേച്ചിയും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, കുർബാന കൂടി എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ചെന്ന് കഴിഞ്ഞ് ചെന്നൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് ഒരു ദിവസം നൈറ്റിൽ. എൻ്റെ ദൈവമേ, നീ നല്ലതിനല്ലേ തന്നതെന്ന് ഓർത്തു. പക്ഷെ എനിക്ക് ടെൻഷനും തോന്നിയില്ല, പെട്ടെന്നൊരു വിഷമം തോന്നി. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിക്കുക, രാത്രി 1:30. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അടുത്തുണ്ടായിരുന്നു, അവനോട് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ അപ്പോഴും എടുത്ത് പ്രാർത്ഥിച്ച്, എൻ്റെ ചേച്ചി തന്ന ഒരു ഉടമ്പടി തൈലമുണ്ടായിരുന്നു, അതെടുത്ത് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. ഒരു കാശ് രൂപം ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, മെഡിക്കേഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. എനിവേ എന്നാണെങ്കിൽ അത് ഡിഫൻസിൻ്റെ ഹോസ്പിറ്റൽ, അതും ബഹ്റിനിൽ. എനിവേ പിന്നെ ഞങ്ങളുടെ മാനേജറെ കണ്ടു. എനിവേ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവർ. അതായത് മാനേജറാണെങ്കിലും വടവണയ്ക്കാണെങ്കിലും എനിക്ക് ലൈറ്റ് ഡ്യൂട്ടി തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക്, അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഭയങ്കര തലവേദന വന്നു. ഒരു എസിംറ്റമാറ്റിക് ആയിരുന്നു, വേറെ ഒരു ഇതുമില്ല, ടെൻഷനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തലവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ മേലാത്ത തലവേദന. ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാരണം പ്രഗ്നൻസി 3rd ട്രൈമസ്റ്റർ ആയിക്കൊണ്ടിരിക്കുക, MRI ചെയ്യാം, അതേ സേഫ് ഉള്ളെന്ന് പറഞ്ഞു. MRI ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് റേഡിയോളജിയിൽ ഡോക്ടർ പറയുക പിറ്റ്യൂട്ടറി അഡിനോമയാണ്, അതായത് ബ്രെയിൻ ഉണ്ടാവുന്ന ഒരു ട്യൂമറിൻ്റെ പോലത്തെ ഒരു ഇതാണ്. അത് കേട്ടതോടുകൂടി എനിക്കെന്തോ ധൈര്യം തോന്നി, ഒരു പേടി തോന്നിയില്ല. ഹസ്ബൻഡാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഒറിജിനൽ റിസൾട്ട് വരട്ടെ എന്ന് വെച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. എന്താണെന്നറിയില്ല, പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെ അതാ ഞങ്ങൾ വിശ്വസിക്കുന്നു. റിസൾട്ട് നോർമലായിരുന്നു. അത് റേഡിയോളജി ഡോക്ടർ തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞത്, പിറ്റ്യൂട്ടറി അഡിനോമ എന്നുള്ളത്. എനിവേ പ്രഗ്നൻസിയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ദൈവം കാത്തുരക്ഷിച്ചു, മാതാവ് കാത്തുരക്ഷിച്ചു. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കും. മാതാവ് തന്ന കുഞ്ഞാണ്. മെയ് 5, 2020 കുഞ്ഞുണ്ടായി. ഇപ്പം അവന് അടുത്ത ആഴ്ച 2 വയസ്സാകുകയാണ്. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ നിന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി വെച്ച സമയത്ത്, ഈ കേട്ടറിവ് വെച്ച ഉടമ്പടിയിൽ ഞാൻ വേറെ പല ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മക്കളില്ലാത്ത വേറെ ഒരു 4-5 ഫാമിലിക്ക് വേണ്ടി. അങ്ങനെ എല്ലാവർക്കും മക്കളുണ്ടായി. അതിൽ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു മനു അശ്വിനി എന്ന് പറഞ്ഞാൽ, അവരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് 4.5 വർഷം കൂടി കൊച്ചുണ്ടായതാണ്. ഇപ്പോൾ അവന് 1 വയസ്സ് കഴിഞ്ഞു. അവനും ഉണ്ട്. പിന്നെ ഒരു അറബിക് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്കും കൊച്ചുണ്ടായി. അങ്ങനെ ഉണ്ടായി. പിന്നെ വേറെ ഒരു ഉടമ്പടി വെച്ചത്,
ഞാൻ ജനിച്ചു വളർന്ന ഒരു ക്നാനായ സമുദായത്തിലാണ്. ഹസ്ബൻഡ് യാക്കോബിറ്റായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ചിലർക്ക് അറിയാമായിരിക്കും. കാരണം ക്നാനായക്കാരും വേറെ ഒരു ഇതിനകത്തായിട്ട് അങ്ങനെ കല്യാണം അത് ഭയങ്കര ഒരു ഇഷ്യൂ. അങ്ങനെ വീട്ടുകാരൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇച്ചിരി ഒരു അകൽച്ചയിലൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടി വെച്ചു. കാരണം വീട്ടുകാരുമായിട്ട് നല്ല സ്നേഹത്തിൽ പോകാനും പേരൻസുമായിട്ട്, കാരണം ആർക്കും ഉണ്ടാവും അങ്ങനെ ഒരു ആഗ്രഹം. നമ്മൾ സ്നേഹിച്ചു, കല്യാണം കഴിപ്പിച്ച് തന്നു, ഇറങ്ങിപ്പോയതൊന്നുമല്ല, കല്യാണം കഴിപ്പിച്ചു. പക്ഷേ എന്നാലും അങ്ങനെ ഒരു അത് ഉടമ്പടി വെച്ചു. എനിവേ ഇപ്പോൾ പേരൻസൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിൽ രണ്ട് വീട്ടുകാരുമായിട്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു.